അമ്മയുടെ തീരുമാനം അതെന്തായാലും ഞാൻ അനുകൂലിച്ചിരിക്കും അമ്മേ. ഞങ്ങൾ പുതുതായി എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുൻപ് നിന്നോടൊന്ന് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. അതുകൊണ്ടാ അമ്മയുടെ സന്നിധിയിലേക്ക് വിളിപ്പിച്ചത്. നമ്മുടെ വീടിന്റെ സംസ്കാരം സംരക്ഷിക്കുന്ന ഒരു പെൺകുട്ടി മരുമകളായാൽ അത് നല്ലതായിരിക്കും മോനെ. നമ്മുടെ വീടിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ഒരു കുട്ടി നമ്മുടെ മരുമകളായിട്ട് കയറി വന്നാൽ അത് നന്നായിരിക്കും മോനെ. അതുകൊണ്ട് ശരിയായ സമയം നോക്കി സംസാരിക്കേണ്ടവരോടെല്ലാം സംസാരിക്കണം. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൂടി അറിയാലോ. കേട്ടല്ലോ? ആവനിയുടെ കാര്യം മനസ്സിൽ വെച്ചിട്ടാ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അമ്മേ. അമ്മ തന്നെ അമ്മയുടെ മനസ്സ് മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നേ. വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടി ലോകം മുഴുവൻ ഞങ്ങൾ തിരഞ്ഞു. അവള് ഞങ്ങളുടെ കൺമുന്നിലുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാ മനസ്സിലായത് മോനെ. ആ കുട്ടിക്ക് ഈ വീട്ടിലെ മരുമകളാവാൻ എല്ലാ അർഹതകളും ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് മോനെ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ കയറിയ ആ പേരൊന്ന് വെളിപ്പെടുത്താം. എന്നാ മോൻ പൊക്കോ. അമ്മേ, അന്നപൂർണമാതെ അവനി ഞങ്ങളുടെ മനസ്സുകളുമായി ഒരുപാട് അടുത്തു കഴിഞ്ഞു. അവള് ഞങ്ങളുടെ മരുമകളാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അമ്മേ. എവിടെ കേട്ടാ? ഞാൻ പറയാടോ. വേഗം കേറ്. എവിടെ കേട്ടാ? എല്ലാം പറയാം, താനീ കേറ്. ഒരുപാട് കാലമായി ഞങ്ങൾ കാത്തിരിക്കുന്ന ജാതകമാണ് ആവനിയുടേതെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം അമ്മേ. ഇത്രയും കാലം ഒരേ ജാതകമുള്ള മരുമകളെ വേണമെന്ന് വാശി പിടിച്ചിരുന്ന അമ്മ ഇപ്പൊ സ്വന്തമായിട്ട് മനസ്സ് മാറ്റിയിരിക്കുക. ഞാൻ ജനിച്ച നക്ഷത്രത്തിലും പാദത്തിലും രാശിയിലുമാണ് ആവനിയും ജനിച്ചതെന്നാണ് കരുതുന്നത് അമ്മേ. എന്റെ മനസ്സ് ആവനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടേത് ഒരേ ജാതകം തന്നെയായിരിക്കില്ലേ? എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നിറവേറ്റാൻ വേണ്ടി ജാതകത്തിന്റെ കാര്യം മറന്ന് അമ്മ നല്ലൊരു തീരുമാനം എടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. ഏട്ടാ, നീ ഒട്ടും വൈകാതെ തന്നെ അവനിയുടെ ജാതകം ഏതാണെന്ന് നമുക്കൊന്നറിയണം. അത് ഈ പവിത്ര എവിടെ ഇതുവരെ എത്തിയില്ലല്ലോ? ഇരിക്കെ. ഇന്ന് എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു നല്ല ട്രീറ്റ് തരാൻ വേണ്ടി പോവാ. തനിക്ക് ഇഷ്ടമുള്ളത് പറ. ഓർഡറൊക്കെ ഞാൻ ചെയ്തോളാം. ഇന്ന് നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, അതെന്താണെന്ന് പറ. ആദ്യം ഓർഡർ, അത് കഴിഞ്ഞിട്ട് മാറ്റർ. ഹായ്. ഹായ്. എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഞങ്ങളോട് അരമണിക്കൂർ നേരത്തെ വരാൻ പറയും, എന്നിട്ട് നീ അരമണിക്കൂർ വൈകി വരും. അല്ല, നിങ്ങൾ ഓർഡർ കൊടുത്തോ? ആ, കൊടുത്തല്ലോ.
ഏത് മൂവിയാ പ്ലാൻ ചെയ്യണ്ടേ? നിന്റെ ഇഷ്ടം. ഇനിയെങ്കിലും ഈ ആവേശത്തിന്റെ കാരണം എന്താണെന്നൊന്ന് പറയോ? അതോ ഇനി സസ്പെൻസ് ആക്കി തന്നെ വെക്കോ? ഇനി ഇത് സസ്പെൻസ് ആക്കി വെക്കുന്നതേ നല്ലതല്ല. ഞാൻ പറഞ്ഞേക്കാം. അച്ഛനും അമ്മയും എന്നെ വിളിച്ച് ഇതാ കുറച്ചു മുൻപേ എന്റെ കല്യാണക്കാര്യത്തെ പറ്റി സംസാരിച്ചു. നമ്മുടെ വീടിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായൊരു കുട്ടി നമ്മുടെ മരുമകളായിട്ട് കയറി വന്നാൽ അത് നന്നായിരിക്കും മോനെ. തന്നെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാ എന്നോട് അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ അതിന് അമ്മേന്റെ പേര് എടുത്തു പറഞ്ഞൊന്നും ഇല്ലല്ലോ ഏട്ടാ. തന്റെ പേരൊറക്കെ പറയുന്നൊരു ദിവസം ഉടനെ തന്നെ ഉണ്ടാവും. അങ്ങനെ അമ്മയുടെ മനസ്സിനെയും കീഴടക്കിയല്ലേ? നിന്റെ കല്യാണാലോചനയൊക്കെ എവിടെ വരെയായി? എന്നെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നും ശ്രീകരനില്ലെങ്കിലും എന്റെ മനസ്സ് മുഴുവൻ അവ മാത്രമേ ഉള്ളൂ. എപ്പോഴാണെങ്കിലും എന്റെ ഭർത്താവ് ആവോ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ജാതകത്തിന്റെ എന്തോ പ്രശ്നം വന്നു പറഞ്ഞില്ലേ? ഇപ്പോഴും നീ അത് ആലോചിച്ചിരിക്കുകയാണോ? അങ്ങനെ ഒരു പെൺകുട്ടി അവന് കിട്ടുമായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവൻ കെട്ടുമായിരുന്നില്ലേ? കല്യാണത്തിന്റെ കാര്യം എങ്ങനെ പറയാന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അന്നപൂർണേശ്വരി അമ്മ ഒരു വഴി എനിക്ക് കാണിച്ചു തന്നില്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന നമ്മുടെ കല്യാണം എല്ലാവരുടെ അനുഗ്രഹത്തോടെ നടക്കും. 3+3 അങ്ങനെ 6 ചുറ്റ്. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി. ഏട്ടന്റെ കൈവിട്. ആരെങ്കിലും കണ്ടാലോ? കണ്ടാല് കണ്ടോട്ടെ, എനിക്ക് ആരെയും പേടിയില്ല. താനിപ്പോ എന്റെ ഭാര്യയാ. ഞാൻ പോയി ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാം. ഇന്ന് എന്നോട് ചോദിച്ചതുപോലെ ഉടനെ തന്നെ അമ്മ തന്നോടും ചോദിക്കും. ശ്രീകറിന്റെ കല്യാണം കഴിഞ്ഞു ദൈവമേ. കഴിക്കടോ. മടിയൊന്നും വിചാരിക്കാതെ കഴിച്ചോളൂ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പബ്ലിക്കിൽ അവർ രണ്ടുപേരും ഇത്ര ക്ലോസ് ആയിട്ട് ഇടപഴകൂ? ഹായ് ശ്രീകർ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരം പറയാതെ ഇങ്ങനെ ഷോക്കായി നോക്കുന്നത് എന്താ? എന്നോട് പറ ശ്രീകർ. നിങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടികളെ കിട്ടില്ലെന്നും കിട്ടരുതെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അവസാനം കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെങ്ങാനും ഇപ്പോ ജാതകത്തിന്റെ മറ്റും കാര്യം പറഞ്ഞ
സത്യങ്ങളൊക്കെ ആവനെ അറിയും. ഇനി എന്താ ചെയ്യാ? ഹലോ, ഹായ്. നിങ്ങളുടെ ജാതകത്തിന് നല്ല ഭാഗ്യമുണ്ട്. എന്താന്ന് വെച്ചാ നിങ്ങളുടെ ജാതകം സി പവിത്ര, ഞങ്ങളെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. താൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട. ഉടനെ കല്യാണം നടക്കാൻ പോവാണോ? പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്തിനാ ചോദിക്കുന്നേ? അയ്യോ, അതുകൊണ്ടല്ല. പബ്ലിക് പ്ലേസില് നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ആയിട്ടിരിക്കുമ്പോ ഒന്നുകിൽ കല്യാണം കഴിഞ്ഞവരായിരിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരായിരിക്കണം. പവിത്ര, പ്ലീസ് മൈൻഡ് യുവർ ബിസിനസ്. ഇവളെന്റെ ഫ്രണ്ടാ. നിങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയായി അമ്പലത്തിലെ ദേവിയെ വേണം എന്നൊക്കെയാ പറയുന്നേ. ആ ദേവത ഇവളായിരിക്കുന്ന ഞാൻ കരുതി. അപ്പൊ അല്ല അല്ലേ? അപ്പോ എനിക്കിനിയും ചാൻസ് ഉണ്ടെന്നല്ലേ? നിങ്ങളുടെ അമ്മ ആഗ്രഹിക്കുന്ന അർഹതയുള്ള പെൺകുട്ടിയെ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രീകർ. അന്ന് അമ്മ എന്നെ ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവും, പക്ഷെ എപ്പോഴാണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ മരുമകളായി കാല് വെക്കാൻ പോകുന്നത് ഞാനായിരിക്കും. നിങ്ങൾ കണ്ടോ? എടി, ഇത് കഴിച്ചിട്ട് പോ. വയറ് നിറഞ്ഞു, നിങ്ങൾ കഴിച്ചോ. ആരായിട്ടാ പെൺകുട്ടി? നല്ല പരിചയമുള്ളതുപോലെ, നിങ്ങളുടെ കുടുംബക്കാരെയൊക്കെ നന്നായി അറിയുന്ന പോലെ സംസാരിക്കുന്നു. മരുമകളായിട്ട് കാല് വെക്കാൻ പോകുന്നത് ഞാനായിരിക്കുമെന്ന് എന്തോ ശപഥം ചെയ്ത പോലൊക്കെ സംസാരിക്കുന്നു. അവിടെ വീട്ടിലെ കാവ്യ, ഇവിടെ ഈ പെൺകുട്ടി. അവനി, താൻ ടെൻഷൻ ആവാതിരിക്കേ. എന്റെ കല്യാണം മുൻപ് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു തവണ ഞാൻ ഇവളുടെ വീട്ടിൽ പോയിരുന്നു പെണ്ണ് കാണാൻ വേണ്ടി. അമ്മയ്ക്ക് അവളെ ഇഷ്ടമായിട്ടില്ല. ആ ആലോചന വേണ്ടാന്ന് വെച്ചു. അതിന്റെ ആ ദേഷ്യത്തില് അന്ന് തൊട്ട് ഞങ്ങളെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക പെണ്ണ്. ആ പെണ്ണിനോട് ഫ്രണ്ടാണെന്ന് പറഞ്ഞതിന് സോറി കേട്ടോ. എനിക്ക് വേണ്ടി ആവനിയെയും ആവനിക്ക് വേണ്ടി എന്നെയും വിധിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊരാള് പിന്നെന്തിന്? വിധിയെ മറികടന്ന് ആരും നമ്മുടെ ഇടയിലേക്ക് വരില്ല. ഇരിക്കടോ. താ സമാധാനമായിട്ട് കഴിക്കുക. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. കല്യാണം കഴിച്ച കുട്ടിയല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയല്ല. ഫ്രണ്ടാണെന്ന് പറഞ്ഞു കൈകൾക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നു. ഒരാൾക്ക് വാരി കൊടുക്കുന്നു. അപ്പൊ വീട്ടിലുള്ളവരുടെ അടുത്ത് എന്തോ മറച്ചു വെച്ച് നാടകം കളിക്കുക. കറക്റ്റ് സമയം നോക്കി ഈ നാടകം ഞാൻ പൊളിച്ചെടുക്കും. വളരെ റൊമാൻറ്റിക് ആയിട്ട് കെട്ടിയോ വന്ന് കെട്ടിപ്പിടിക്കുമ്പോ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഭർത്താവ്, ഞാൻ കോടികൾ കൊടുത്ത് വാങ്ങിയ ഭർത്താവ്. ലാവണ്യ, എന്തിനാ അലർന്നേ? അത് വാങ്ങിയതല്ല ലാവണ്യ, സ്ത്രീധനം എന്ന് പറയും. എന്റെ ലാംഗ്വേജിൽ അത് കച്ചവടം തന്നെയാ. ആരോടോ ഉള്ള ദേഷ്യം എന്നോടെന്തിനാ തീർക്കുന്ന ലാവണ്യ? ആ അവന് കാരണം നിങ്ങളുടെ അമ്മ എന്റെ കരണത്താ കൈവച്ചത്. എനിക്കത് ഒട്ടും അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ആ അവനിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. നോക്ക്, നീ ആയിട്ട് കൊണ്ട് തലവെച്ചതല്ലേ? എന്താ? ആ, സംസാരം കുറച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ആ സമയത്ത് നിങ്ങളുടെ അമ്മ അങ്ങോട്ട് വരുമെന്നാരെങ്കിലും അറിഞ്ഞോ? എന്നാലും ആ ആവണിക്കുള്ള ബുദ്ധിയോ വിവേകമോ ക്ഷമയോ ഒന്നും നിനക്കില്ല. ആ നല്ലതായിട്ട് ഒരു കാര്യവും ഇല്ലെന്നങ്ങ് പറഞ്ഞു. അല്ല, പെട്ടെന്നെന്താ നിങ്ങൾ അവളെ പുകഴ്ത്തുന്നേ? പുകഴ്ത്തിയതല്ല, ഉള്ള സത്യം പറഞ്ഞതാ. ആ അവനി അമ്മയെ സുഖിപ്പിക്കുന്ന പോലെ നിനക്ക് സുഖിപ്പിക്കാൻ പറ്റുന്നില്ല. നിന്റെ അടുത്ത മൈനസും അവളുടെ അടുത്ത പ്ലസും അതാ. നോക്ക്, എന്നെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യരുത്. അല്ല പിന്നെ, ആ അവനി കാരണം നമ്മൾ വഴക്കടിക്കുന്ന എന്തിനാ? നീ അവനെ അങ്ങനെ പുകഴ്ത്തുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞാ
എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാ. നിന്റെ ശബ്ദത്തെ താഴിട്ട് പൂട്ടേണ്ട അവസ്ഥയായിട്ടുണ്ട്. അവനി നിക്ക്. എന്തിനാ പോകുന്നേ? നിക്ക്. ഇത്രയും നേരം ഞങ്ങളുടെ മുറിയുടെ പുറത്തു നിന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്ന കാര്യം ഒളിഞ്ഞു നിന്ന് കേട്ടതല്ലേ? നിങ്ങൾ എന്തൊക്കെയാ ലാവണ്യ ചേച്ചി പറയുന്നേ? അയ്യോ, ഒന്നും അറിയാത്ത പോലെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നിന്റെ അഭിനയം കണ്ട് എന്റെ അമ്മായിയമ്മ മാത്രമല്ല, എന്റെ ഭർത്താവും കൂടെ നിനക്ക് നല്ല ബുദ്ധിയാണെന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ചൊറിയും പുഴുവിനെ പോലെ വന്നതാ നീ. എപ്പോഴാ ഒന്ന് പോയി തരാ? പുറത്തേക്ക് മോളിലേക്കാണെന്ന് കരുതിയോ? ഏട്ടത്തി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഏട്ടത്തി. അവനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാ ശരിയാവില്ല. അല്ല, അവനെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കാരാ തന്നെ? ഇനി മേലെ ഇത് ആവർത്തിച്ച് പോയേക്കരുത്. ഇങ്ങനത്തെ സപ്പോർട്ട് കിട്ടിയിട്ടാ ഇവള് തിളയ്ക്കുന്നെ. ചേട്ടനും ഏട്ടത്തിയമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളെ അത് നിങ്ങളായിട്ട് തീർക്ക്, അല്ലാതെ ആവനിയെ ചൊറിയാൻ നിൽക്കരുത്. ചേട്ടത്തിയോട് നിന്റെ വോയിസ് കൂടുന്നുണ്ട്. ആദ്യം നീ സ്ഥാനം നോക്കി സംസാരിക്കാൻ പഠിക്കണം. അർഹതപ്പെട്ടവർക്കേ ഞാൻ സ്ഥാനം കൊടുക്കാറുള്ളൂ.